ചേട്ടാ എനിക്ക് പ്രണയത്തെ പറ്റി ചോദിക്കാനുള്ളത്. എല്ലാവരും എൻ്റെ നെഞ്ചത്തേക്കാണല്ലോ ഈ പ്രണയമായിട്ട് വരണം. ചേട്ടൻ പ്രണയിച്ച് കല്യാണം കഴിച്ചാണല്ലോ. അതെ അതെ. ഈ പ്രണയ ജോഡികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ കലാലയം. ആ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലൈൻ അടിക്കണമെങ്കിൽ തന്നെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുക, വായി നോക്കുക, ചോക്ലേറ്റ് മേടിക്കുക, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക, കാശുള്ള ചെലവാണ്. മനസ്സിലായില്ല? പിന്നെ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ പണി. ഇപ്പം ചേട്ടനെ പോലത്തെ മിമിക്രി താരങ്ങൾക്ക് പെട്ടെന്ന് ജനപ്രീതി നേടാനും സ്റ്റാർ ആകാനും പെട്ടെന്ന് ടൈം വീഴുകയും ചെയ്യും. ശരിയല്ലേ? ഒന്നുമില്ല സുഹൃത്തരെ. ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയമോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് അതാണ് ശരി എന്ന് അപ്പോൾ തോന്നിയാൽ, നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. നേരെ മറിച്ച് ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം സക്സസ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ പെണ്ണ് മാത്രം ഉണ്ടാവും ജീവിതത്തിൽ, ലക്ഷ്യം ഉണ്ടാവില്ല, കടം മേടിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അതെ, ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രമേ നീ കല്യാണം കഴിക്കാവൂ. നിന്നോടും കൂടിയാ നീ വന്നിട്ട് ഒന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്നായിരിക്കും വന്ന് പറഞ്ഞത്. അത് തന്നെ സത്യം. ചേട്ടൻ്റെ ജീവിതത്തിൽ മിമിക്രി എന്തോരം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? മിമിക്രി സ്വാധീനിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രതീക്ഷ ചോദിച്ച പോലെ എന്തെങ്കിലും ചോദിക്കുന്നതിന് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്നതൊക്കെ ചിലപ്പോൾ മിമിക്രിയിൽ നിന്ന് കിട്ടിയതാവാം. ചിലപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയത് ചിലപ്പോൾ മിമിക്രിയിൽ നിന്നാവാം. മിമിക്രി പിന്നെ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഒരു ആനക്കാരനായിട്ടും ഒരു ഓട്ടോക്കാരനായിട്ടും ഒരു പാൽക്കാരനായിട്ടും ഒക്കെ ആയിരിക്കും അഭിനയിക്കുക, അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഒരാളിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ അയാളുടെ മാനറിസം പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മിമിക്രിയിൽ നിന്നും വന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സിനിമാ ജീവിതത്തിൽ മിമിക്രി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രണയ ജീവിതത്തിൽ മിമിക്രിയുടെ സ്വാധീനം? ഞാൻ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം മിമിക്രി പ്രാക്ടീസ് തുടങ്ങിയത്. അതാണ് സാധാരണ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞതിന്റെ ഭാഗ്യം പറയുകയാണെങ്കിൽ. അതെ. പക്ഷെ ഒരു കാര്യമില്ലടാ, ഈ പറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒരേ നിമിഷം 9 പുരുഷന്മാരെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കാൻ കഴിവുള്ളവരാണ് പെൺകുട്ടികൾ. 3 വർഷം പ്രണയിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു ഡയലോഗ് ഉണ്ട്, മോനെ എൻ്റെ ബ്രദറിനെ ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടി കേട്ടോ. കേട്ട് മടുത്ത്. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ബ്രദറായിട്ട് കാണാൻ പറ്റണു? ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ. കഷ്ടമാണ് ഇതൊക്കെ. അതല്ല ചേട്ടാ, ഇപ്പൊ സാധാരണ സിനിമയിലേക്ക് കാണാറുണ്ട്, കാമുകി അല്ലെങ്കിൽ ഭാര്യ പിണങ്ങിയാല് മിമിക്രി അറിയാവുന്ന ഭർത്താവ് അവിടെ മനസ്സ് പറയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട താരത്തിന് എന്താ മോളെ പിണങ്ങിയിരിക്കുന്നത്, നസീറിനെ മണ്ടി പിണങ്ങിയോ? എൻ്റെ പൊന്നെ മോനെ, റിയൽ ലൈഫ് അത് രണ്ടാണ്. റിയൽ ലൈഫിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. എന്താ ഇത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് ഒന്ന് പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് പിണക്കാം. ഇത് ഞാൻ എൻ്റെ ഭാര്യ അടുത്ത് എന്താ അടി ഇത്, നിങ്ങൾക്ക് ഇപ്പോഴും പക്വതയായിട്ടില്ല, നിങ്ങൾ പോയേ, നിങ്ങൾക്ക് ഓടിച്ചിട്ടിടിക്കൂടാ. അതൊന്നും റിയൽ ലൈഫിൽ പറ്റൂല മോളെ, ഓൺലി റിയൽ ലൈഫ്. അത് എപ്പോഴെങ്കിലും പയറ്റിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ സരിത ചേച്ചിയുടെ അടുത്ത്? ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലടാ. ഇത് കണ്ടില്ലേ ജീൻസൊക്കെ കീറിയിരിക്കുന്നത്?